ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വട്ടയപ്പമാണ്. ക്രിസ്മസിനൊക്കെ മെയിനായിട്ട് തയ്യാറാക്കുന്ന ഒരപ്പമാണിത്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന അരി ഇഡലി റൈസ് ആണ്. പാലപ്പത്തിനും വെള്ളയപ്പത്തിനും ഇതുപോലെ വട്ടയപ്പത്തിനും ഒക്കെ ഇഡലി റൈസ് ആണ് നല്ലത്. ഇത് കിട്ടിയില്ലെങ്കിൽ പച്ചരി ഉപയോഗിക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇപ്പം വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ പോവാണ്. ഞാൻ ഇവിടെ തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത്. 3 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറുകിയ തേങ്ങാപ്പാലാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം, ബാക്കി വെള്ളം ഉപയോഗിച്ചാലും മതി. ഇനി ഇത് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങാപ്പാലൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് 2 തവണയായിട്ട് അരയ്ക്കാനുള്ളതുണ്ട്. ഒട്ടും തരി ഇല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ അരി മൊത്തം അരച്ചെടുത്തിട്ടുണ്ട്. 2 കപ്പ് തേങ്ങാപ്പാല് അരച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മാവ് അരച്ചെടുക്കേണ്ടത്. അത്യാവശ്യം കുറുകിയ ഒരു പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. വട്ടയപ്പം ഉണ്ടാക്കി എടുക്കുന്നത് കപ്പി കാച്ചിയിട്ടാണ്. ഇനി കപ്പി കാച്ചി എടുക്കാനായിട്ട് പോവാണ്. ഒരു തവി മാവ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, ചെറു തീ വെച്ച് കപ്പി കാച്ചാൻ പാടുള്ളൂ. ഏകദേശം 5-6 മിനിറ്റ് എടുക്കും ഇതൊന്ന് നന്നായിട്ട് കുറുകി വരാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ ചൂടാറി വന്നിട്ടുണ്ട്. ഈ കപ്പി കാച്ചിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വട്ടയപ്പം അത്യാവശ്യം മധുരം ഉള്ളതാണ്. ഞാനിപ്പോ ചേർത്തിരിക്കുന്ന കണക്ക് വെച്ച് ഒരു ചെറിയ മധുരമേ വട്ടയപ്പത്തിന് ഉണ്ടാവത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. രണ്ട് 3 മണിക്കൂറത്തേക്ക് ഒന്ന് പൊന്തി വരാനായിട്ട് അടച്ചു വെക്കാം. ഇപ്പൊ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. ഞാൻ ഇവിടെ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 5 ഏലക്ക, 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്താണ് ഞാനിത് അരച്ചെടുക്കാൻ പോകുന്നത്. നന്നായിട്ട് അരയൊന്നും വേണ്ട, ചതയ്ക്കുന്നതിനും കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. ഈ ഒരു പരുവത്തിലാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ മാവ് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയുടെ അനുസരിച്ച് നേരത്തെ തന്നെ പുളിച്ചു വരാൻ സാധ്യതയുണ്ട്. മാവ് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഈ തേങ്ങ അരച്ചതൂടെ ചേർത്ത് കൊടുക്കാം. ജീരകത്തിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പക്ഷെ ഞങ്ങളുടെയൊക്കെ സ്ഥലത്ത് ജീരകം ഇട്ട് തന്നെയാണ് ഈ അപ്പം ഉണ്ടാക്കി എടുക്കുന്നത്. ഇനി ഇത് 1 മണിക്കൂറത്തേക്ക് കൂടെ ഒന്ന് അടച്ചു വെക്കണം. അതിനുശേഷം അപ്പം ഉണ്ടാക്കി എടുക്കാം. ഇപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പം ചുടുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അപ്പം വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു സ്റ്റീമറോ അപ്പച്ചെമ്പോ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നിങ്ങളുടെ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളിൽ ഉണ്ടാക്കി എടുക്കാൻ പോവാണ്. ഈ പാത്രങ്ങളിലെല്ലാം ആദ്യം തന്നെ വെളിച്ചെണ്ണ തടവി കൊടുക്കണേ. ആവി നന്നായിട്ട് വന്നതിന് ശേഷമാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിന്റെ ഒരു 1/4 ഭാഗത്തിന്റെ അടുക്കൽ മാവ് നിറച്ചാൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റ് എടുക്കും ഇതായി വരാനായിട്ട്. അപ്പത്തിന്റെ കട്ടിക്ക് അനുസരിച്ച് സമയവും വ്യത്യാസപ്പെട്ടിരിക്കുവേ. ഇപ്പൊ ഇത് അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ നടുവിലേക്ക് ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്.
ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയൊന്നും വെക്കാറില്ല. ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം വെക്കുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി അപ്പം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുപോലെ എന്തെങ്കിലും വെച്ച് ഈർക്കിലോ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കാവുന്നതാണ്. സ്പൂൺ വെച്ച് കുത്തിയാലും മതി. അതിലൊന്നും മാവ് പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ സൈഡെല്ലാം വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് എടുത്തു മാറ്റാം. ചൂടാറിയതിനു ശേഷം പാത്രത്തിൽ നിന്ന് ഇളക്കി മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. പഞ്ഞി പോലാണ് ഇരിക്കുന്നത്. സാധാരണ ഇത് വീടുകളിലൊക്കെ തയ്യാറാക്കുന്നത് ഇതുപോലുള്ള പാത്രങ്ങളിലല്ല, സ്റ്റീൽ പ്ലേറ്റുകളിലാണ്. അപ്പൊ സ്റ്റീൽ പ്ലേറ്റിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഞാൻ ഇതിലൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ എണ്ണയെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തിന്റെ അടുക്ക വരെ മാത്രമേ മാവ് ഒഴിക്കാവേ. അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഒരു വെന്ത് വരുന്ന പരുവാകുമ്പോൾ ഇതിലേക്ക് ചെറി വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. കാഷ്യൂ നട്ട്സ് ഇഷ്ടമുള്ളവർക്ക് അത് വറുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഉണക്കമുന്തിരി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ വീട്ടിൽ തയ്യാറാക്കുമ്പം ഇതൊന്നും ചേർക്കാറില്ല. പ്ലെയിൻ ആയിട്ട് ആവി പുഴുങ്ങി എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ അപ്പം ഒരു 20 മിനിറ്റ് കൊണ്ട് ആയി വരും. എല്ലാവരും ക്രിസ്മസിന് തയ്യാറാക്കുന്ന ഒരു അപ്പമാണിത്. ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എല്ലാവരും തയ്യാറാക്കുന്നത്. അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ പറയണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.